അമ്മ കണ്ണ എവിടെയായിരുന്നില്ല ഇത്രയും നാളും? ഞങ്ങളെയൊക്കെ വിട്ടുപോകാൻ തോന്നിയില്ല നിനക്ക്? എന്തായാലും ഞാൻ വന്നില്ലേ അപ്പ എങ്കിൽ ഇനി നീ ഞങ്ങളെ വിട്ടു പോവില്ലെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് അമ്മാവുക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, ദാ രണ്ടുപേരോട് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു, ഇത് ഗൗതം. ഹലോ, ശീതലിന്റെ ബ്രദർ. ഓ സോറി, അപ്പാക്ക് ശീതൾ ആരാന്നറിയില്ലല്ലേ? ഇല്ല. വരൂ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. നിങ്ങൾ പിണക്കത്തിലാണെന്ന് അറിഞ്ഞപ്പോ എന്നാ പിന്നെ അത് മാറ്റി മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ മതി ഞങ്ങളുടെ വിവാഹം എന്ന ഒറ്റ വാശിയിൽ ഇറങ്ങി തിരിച്ച കക്ഷി. എന്തായാലും പിണക്കൊക്കെ മാറ്റി എനിക്കിവരെ പഴയ പോലെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ഗോപൻ, അരവിന്ദേട്ടനല്ലേ? കൊറേ നേരമുണ്ട് ഒരാളോട് നിക്കാൻ തുടങ്ങിയിട്ട്. മാമ? മാമേ, അത് വേറെ പണിയുന്ന ആള്. അമ്മാവന് சொல்றா. എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. പിന്നെ കളഞ്ഞു പോയി എന്ന് വിചാരിച്ച മുതലല്ലേ നമ്മുടെ മുമ്പിൽ ഒന്ന് ചിരിച്ചു നിൽക്കുന്നത്. നമുക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കാം. ഉള്ളപാടാ കണ്ണ. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട, ഇത് രണ്ടും നിങ്ങൾ പിരിഞ്ഞു താമസിച്ച വീടല്ലേ? ഏയ്, ഇവിടെ വേണ്ട. നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന സ്ഥലമല്ലേ? നെക്സ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. മടങ്ങിപ്പോണവരെ ശീതളും ഗോതവും അവിടെ താമസിക്കട്ടെ. അതെ, അപ്പൊ സമയം കാണണ്ട, നമുക്ക് വേഗം പോവാൻ. നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാം. നീ ചിരിക്കണ്ട, നീ പഠിച്ച കള്ളിയാ. ഐ എം സോറി അങ്കിൾ, നിങ്ങളോടെല്ലാം പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. പിന്നെ തോന്നി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഉള്ളത് പറയാലോ, ഇങ്ങനെ ഒരു ദൗത്യ പരിപാടിയായിട്ടാണ് ശീതൾ ഇവിടെ നിൽക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ബെറ്റ് വെച്ചു. അതിന്റെ വാശിയിൽ നടക്കാന്നല്ലേ ഞാൻ കരുതിയത്. നേരിട്ട് പറഞ്ഞ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും അറിയില്ലല്ലോ. എന്തെങ്കിലും ആവട്ടെ, കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം തോന്നിയ ഒരു ദിവസം കിട്ടി. അല്ല, അപ്പൊ അച്ഛനും അമ്മയും വന്നില്ലേ? രണ്ടുപേരും ഇല്ല. ഡൽഹിയിൽ എക്സ്റ്റേണൽ അഫയേഴ്സിലായിരുന്നു അച്ഛന് ജോലി. ഞങ്ങൾ ജനിച്ചതും പഠിച്ചതൊക്കെ അവിടെ തന്നെ. തറവാട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വിറ്റ് ഡൽഹിയിൽ സെറ്റിൽ ആവാനുള്ള മോഹത്തിന്റെ പുറത്ത് പോകുന്നതാ രണ്ടുപേരും. തിരിച്ചുള്ള വരവില് ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അച്ഛന്റെ ജോലി എനിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശികമായിട്ട് സ്വാമിനാഥനെ പരിചയപ്പെട്ടത്. സ്വാമിനാഥൻ അപ്പോ ബിസിനസ്സാ, പിന്നെ ഫ്രണ്ട്സായി. കൂടുതലെടുത്തപ്പോ എനിക്ക് തോന്നി ശീതളിനെ പറ്റിയ ആളാണെന്ന്. ചോദിച്ചപ്പോ അവൾക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിക്കാൻ എന്നേക്കാൾ ആഗ്രഹം അവൾക്കുള്ളതുകൊണ്ട് കൂടുതൽ താല്പര്യം തോന്നി. എവിടെ ഡ്രസ് എടുക്കാൻ പോയ ആള്? ഗോപാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, ഒരു തലവേദന പോലെ. ഏട്ടൻ വന്നിട്ടുണ്ട്, പരിചയപ്പെടണ്ടേ? വാ. അല്ല, അപ്പൊ കല്യാണം എന്നാ, എവിടെ വെച്ചാ? ഡേറ്റ് ഏകദേശം നോക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ച്. വാ. ഏട്ടാ, ഗോപൻ. മനസ്സിലായി. അറിയാതെയാണെങ്കിലും ശീതളിന് വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഗോപൻ അനുഭവിച്ചു അല്ലേ?
ഏതായാലും കുറച്ചു ദിവസം കൂടെ ഉണ്ടല്ലോ പരിചയപ്പെടാം. നിങ്ങൾ സംസാരിക്കേ. എന്നാ പിന്നെ ഇറങ്ങായി. ദൂരേക്കൊന്നും അല്ലല്ലോ അങ്കിൾ. ആ അപ്പൊ ഇതായിരുന്നു നിന്റെ പ്ലാൻ. ഞങ്ങള് രണ്ടുപേരെ നീ പറ്റിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുട്ടി. ആളാകെ മാറിപ്പോയല്ലോ. സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, സോറി നമുക്കുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും നന്നായിട്ടുണ്ട്. അഴുകിയ രാവളിലെ മമ്മൂട്ടിയെ പോലെ തന്നെ. അതെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്കാം. മിസ്റ്റർ സോനു, ജ്യൂസ് റെഡിയാണോ? ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച്. അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ്. എനിക്ക് 1000 കയ്യൊന്നുമില്ല. മട്ടൻ വാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിച്ചോ. ആഹാ, ഇന്നിവിടെ മട്ടൻ കറിയാ? എന്താ സംശയം? ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും. അയ്യോ, മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ. ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ വരാം. ശരി. മിസ്റ്റർ സോനു, എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി വേണം എന്നോട് സംസാരിക്കാൻ. എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? എല്ലാം സാറ് പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. പറയൂ. തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ. Tell me. എന്നെ എങ്ങാനും ഭരിക്കാൻ വന്നാ അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും. ചെറുത്താന്റെ ഒരു പൈപ്പും കയ്യും മേലാൽ ഈ വേഷത്തിലൂടെ കണ്ടുപോരുത്. മനസ്സിലായോ? എന്ത് ഞാൻ നന്നായിക്കോളാം. നന്നായാ നിനക്ക് നന്ന്. മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നേ. ഇരുന്നേ. വാ, ഞാൻ വിളമ്പ് തരാം. ഇരുന്ന്. ആഹാ, നീ ഇവിടെ ഇരിക്കുക. ഗോപ, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടും അനക്കൊക്കെ ഉണ്ടായിരുന്നു. അവള് പോയപ്പോ എന്തോ ഒരു വിഷമം പോലെ. എടാ, കുറച്ചു ദിവസം മുമ്പ് എനിക്കൊരാഗ്രഹം തോന്നി. ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന്. ചോദിക്കാഞ്ഞു നന്നായി, അല്ലേ നാണം കെട്ടാൻ. അവരൊക്കെ വലിയ ആളുകളാ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. സത്യം പറഞ്ഞ എനിക്കും വിശപ്പില്ല. ഞാൻ പോയി കിടക്കട്ടെ.